ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും 6th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ചാപ്റ്റർ 1-നകത്ത്, ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 1-നകത്ത് ആ ചാപ്റ്ററിന്റെ നെയിമാണ് വാട്ട്, വേർ, ഹൗ ആൻഡ് വെൻ. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ വർക്ക് ബുക്കിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എഴുതുക എന്നുള്ളതും കൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഫർദർ ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, ഇനി എന്തെല്ലാം സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പുതുതായിട്ട് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിച്ചുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി എനിക്ക് ഉണ്ടാവുന്നത്. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. വാട്ട് ക്യാൻ വി നോ അബൌട്ട് ദ പാസ്റ്റ്? പാസ്റ്റിനെ കുറിച്ച് നമുക്ക് എന്താണ് അറിയാൻ കഴിയുക? ഇപ്പൊ ഇന്നലത്തെ ഒരു കാര്യം, യെസ്റ്റർഡേയിലെ ഒരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് റേഡിയോയിലൂടെയുള്ള ന്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കാം, ടെലിവിഷൻ കാണുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ വർഷത്തെ കാര്യം അറിയണമെങ്കിലോ നമുക്ക് അത് ഓർമ്മയുള്ള ആരോടെങ്കിലും ഒക്കെ നമുക്ക് ചോദിക്കാം. ഇനി കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ പണ്ട് കാലത്തെ കാര്യങ്ങൾ അറിയണമെങ്കിലോ അതെങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ലെറ്റ് us see how it can be done. അതെങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവൻ ആയിട്ട് പറയാൻ പോകുന്നത്. വാട്ട് ക്യാൻ വി നോ അബൌട്ട് ദ പാസ്റ്റ്? പാസ്റ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റുക? There are several things we can find out: what people ate, the kinds of clothes they wore, the houses in which they lived. അപ്പോൾ ആളുകൾ എന്തൊക്കെയാണ് കഴിച്ചിരുന്നത്? വാട്ട് പീപ്പിൾ എയ്റ്റ്, ആളുകൾ എന്തൊക്കെയാണ് കഴിച്ചിരുന്നത്? ദ കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് ദേ വോർ, എന്തൊക്കെ ഡ്രസ്സുകളാണ് അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്? ദ ഹൗസസ് ഇൻ വിച്ച് ദേ ലീവ്ഡ്, എങ്ങനെയൊക്കെയുള്ള വീടുകളിലാണ് പണ്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വി ക്യാൻ ഫൈൻഡ് ഔട്ട്, അതൊക്കെ നമുക്ക് കണ്ടെത്താം. അബൌട്ട് ദ ലീവ്സ് ഓഫ് ഹണ്ടേഴ്സ്, നമുക്ക് വേട്ടക്കാരുടെ, പണ്ട് കാലത്തെ വേട്ടക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹേർഡേഴ്സ്, അതുപോലെ കന്നുകാലികളെയൊക്കെ മേയ്ക്കുന്നവരുടെ, ഫാർമേഴ്സ്, കൃഷിക്കാരുടെ, റൂളേഴ്സ് മീൻ ഭരണാധികാരി, പണ്ടത്തെ രാജാക്കന്മാർ അവരെയൊക്കെ, മർച്ചൻസ് എന്ന് പറയുമ്പം കച്ചവടക്കാര്, പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ പുരോഹിതര്, ദെൻ ക്രാഫ്റ്റ് പേഴ്സൺസ്, കൊത്തുപണികളും മറ്റൊക്കെ ചെയ്തിരുന്ന ആളുകള്, ആർട്ടിസ്റ്റ് മീൻസ് കലാകാരന്മാരെ, മ്യൂസിഷ്യൻസ് ആൻഡ് സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞര്, ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. വി ക്യാൻ ഓൾസോ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ഗെയിംസ് ചിൽഡ്രൻ പ്ലേഡ്, കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്ന ഗെയിമുകൾ എന്തൊക്കെയായിരുന്നു. ദ സ്റ്റോറീസ് ദേ ഹേർഡ്, അവരെന്തെല്ലാം കഥകളായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ദ പ്ലേസ് ദേ സോ, അവർ കണ്ടിരുന്ന കളികൾ എന്തൊക്കെയായിരുന്നു. ദ സോങ്സ് ദേ സാങ്, അവർ പാടിയിരുന്ന പാട്ടുകൾ എന്തൊക്കെയായിരുന്നു തുടങ്ങിയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. Then where did people live? എവിടെയാണ് ആളുകൾ ജീവിച്ചിരുന്നത്? ഫൈൻഡ് ദ റിവർ നർമ്മദ ഓൺ മാപ്പ് 1 പേജ് 2. നിങ്ങളുടെ ബുക്കിലെ പേജ് 2 മാപ്പ് 1 കാണാം. അതിനകത്ത് നമുക്ക് റിവർ നർമ്മദ കാണാവുന്നതാണ്. നമുക്ക് ആ മാപ്പ് ഒന്ന് നോക്കാം. ഈ മാപ്പിനകത്ത് സെൻട്രലായിട്ട് മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം നർമ്മദ. ഇവിടെ നർമ്മദ കണ്ടല്ലോ. ഈ നർമ്മദ നദീ തീരത്ത്, ആ നദിയുടെ ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ നർമ്മദ നദീ തീരത്തായിട്ടൊക്കെ ആയിരുന്നു ആളുകള് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പീപ്പിൾ ഹാവ് ലീവ്ഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് ദിസ് റിവർ. ബാങ്ക്സ് ഓഫ് ദി റിവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവറിന്റെ തീരത്ത്, ബാങ്ക് എന്ന് പറഞ്ഞ തീരം എന്നാണ്. റിവറിന്റെ തീരത്തായിരുന്നു ആളുകൾ താമസിച്ചിരുന്നത്. ഫോർ സെവറൽ 100,000 ഇയേഴ്സ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആളുകൾ ഈ ഒരു നദീ തീരത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നദീതീരങ്ങളിലൊക്കെ തമ്പടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെയാണ് ജലലഭ്യത, വെള്ളം പെട്ടെന്ന് ലഭിക്കുന്ന സ്ഥലങ്ങൾ അതായതുകൊണ്ടാണ്. അന്ന് ഇന്നത്തെ പോലെ എല്ലായിടങ്ങളും കുഴിച്ച് വളരെ ആഴത്തിൽ കുഴിച്ച് വെള്ളം എടുക്കാനൊക്കെ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കണം ആൾ അങ്ങനത്തെ ഏരിയയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. സം ഓഫ് ദി ഏർലിയസ്റ്റ് പീപ്പിൾ ഹു ലീവ്ഡ് ഹിയർ വേർ സ്കിൽഡ് ഗ്യാദേഴ്സ്. ഇവിടെ ജീവിച്ചിരുന്ന പണ്ടത്തെ ആളുകളിൽ പലരും സ്കിൽഡ് ഗ്യാദേഴ്സ് ആയിരുന്നു. എന്താ സ്കിൽഡ് ഗ്യാദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് പീപ്പിൾ ഹു ഗ്യാതേർഡ് ദെയർ ഫുഡ്. ആളുകൾ അവർക്ക് വേണ്ട ഫുഡ് കളക്ട് ചെയ്യുന്നത് അവർ വളരെ ഏബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ഫുഡ് വേട്ടയാടിയും മറ്റുമൊക്കെ കളക്ട് ചെയ്യാൻ കഴിവുറ്റവരായിരുന്നുകൊണ്ടാണ് അവരെ നമ്മൾ സ്കിൽഡ് ഗ്യാദേഴ്സ് എന്ന് പറയുന്നത്. ദ ന്യൂ അബൌട്ട് ദ വേസ്റ്റ് വെൽത്ത് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ സറൗണ്ടിങ് ഫോറസ്റ്റ്.
ചുറ്റുവട്ടത്തുള്ള കാടുകളിലെ പിന്നെ സസ്യസമ്പത്തിനെ കുറിച്ച്, വിശാലമായ സസ്യസമ്പത്തിനെ കുറിച്ചൊക്കെ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതിന് കളക്ടഡ് റൂട്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് അതർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഫോർ ദെയർ ഫുഡ്. അവരുടെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരതിൻ്റെയൊക്കെ തന്നെ വേരുകൾ അല്ലെ, ചില ചെടികളുടെ വേരുകൾ നമ്മൾ കഴിക്കാറുണ്ട്, കപ്പയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ റൂട്ട്സ്, അതിൻ്റെ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്, മറ്റ് ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഫുഡിന് വേണ്ടി കളക്ട് ചെയ്യുമായിരുന്നു. ദേ ഓൾസോ ഹണ്ടഡ് ആനിമൽസ്, കൂടാതെ അവർ മൃഗങ്ങളെ വേട്ടയാടും കൂടെ ചെയ്യുമായിരുന്നു. Now find the Suleiman and Kirtar hills to the northwest. നോർത്ത് വെസ്റ്റിലുള്ള സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ആ മാപ്പിലേക്ക് ഒന്ന് പോവാം. നോക്കുക, ഇതിൻ്റെ നോർത്ത് സൈഡിലായിട്ട്, നോർത്ത് വെസ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം. നോർത്ത് വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നോർത്ത് ഏരിയ, ഇതാണ് വെസ്റ്റ്. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പം ഈ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു മേഖലയാണ് നമ്മൾ നോർത്ത് വെസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ കിർത്താർ ആൻഡ് സുലൈമാൻ കണ്ടല്ലോ. ഇവിടെ സുലൈമാൻ്റെ കാണാം, ഇവിടെ കിർത്താറിന് കാണാം. അപ്പോൾ ഈ ഒരു ഏരിയകളിലായിട്ടാണ് ആദ്യമായിട്ട് ആളുകൾ ഗോതമ്പ്, ബാർലി പോലത്തെ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നോക്കുക, Now find the Suleiman or Kirtar hill to the northwest. ഇപ്പോൾ നോർത്ത് വെസ്റ്റ് ഏതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ സുലൈമാൻ, കിർത്താർ ഹിൽസ് നിങ്ങൾ കണ്ടു. Some of the areas where women and men first began to grow crops such as wheat and barley. അപ്പം വീറ്റ്, ബാർലി പോലത്തെ ക്രോപ്പുകളൊക്കെ തന്നെ ഇവിടെ വിളയിക്കാൻ തുടങ്ങി, മെന്നും വുമണൊക്കെ ചേർന്നിട്ട്. എന്നാണ് ഇത്? about 8,000 years ago are located here. ഏകദേശം 8,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇവർ ഇത്യാദി വിളകളൊക്കെ വിളയിക്കാൻ തുടങ്ങി. പീപ്പിൾ ഓൾസോ ബിഗാൻ റീറിങ് അനിമൽസ്. അവർ മൃഗങ്ങളെ വളർത്താനും കൂടെ തുടങ്ങി, ലൈക്ക് ഷീപ്പ്, ഗോട്ട് ആൻഡ് കാറ്റൽ, ആൻഡ് ലീവ്ഡ് ഇൻ വില്ലേജസ്. പിന്നെ ഗ്രാമങ്ങളിൽ താമസിക്കാനൊക്കെ അവർ തുടങ്ങി. ലൊക്കേറ്റ് ദ ഗാരോ ഹിൽസ് ടു ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് ദ വിന്ധ്യാസ് ഇൻ ദ സെൻട്രൽ ഇന്ത്യ. അപ്പോൾ അത് ഏതാണ് ഒരു ഏരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് മാപ്പിലോട്ട് ഒന്നുകൂടെ പോവാം. ഇതിൽ നോർത്ത് ഈസ്റ്റിൽ, ഇതാണ് നോർത്ത് ഈസ്റ്റ് റീജിയൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ്. ഇവിടെ ഗാരോ ഹിൽസ് കണ്ടല്ലോ, ഈ ഗാരോ ഹിൽസിൽ. അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യ, ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് സെൻട്രൽ ഇന്ത്യയിൽ വിന്ധ്യ, നമ്മൾ നർമ്മദ നേരത്തെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് വിന്ധ്യാസ് കാണാം. ഈ വിന്ധ്യ അതുപോലെ തന്നെ ഈ ഗാരോ ഹിൽസിലൊക്കെ തന്നെ ഈ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, താമസിച്ച് അവരുടെ വിളകളും മറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗാരോ ഹില്ല് നോർത്ത് ഈസ്റ്റിൽ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മൾ വിന്ധ്യാസ് സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. ദീസ് ആർ സം ഓഫ് ദി അതർ ഏരിയാസ് വെയർ അഗ്രികൾച്ചർ ഡെവലപ്ഡ്. നമ്മുടെ കൃഷി ഡെവലപ്പ് ചെയ്ത ഏതാനും ഏരിയാസ് എന്ന് പറയുന്ന ഇവയൊക്കെ ആയിരുന്നു. ദ പ്ലേസസ് വെയർ റൈസ് വാസ് ഫസ്റ്റ് ഗ്രോൺ ആർ ടു ദ നോർത്ത് ഓഫ് ദി വിന്ധ്യാസ്. ആ വിന്ധ്യയുടെ നോർത്ത് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്താണ് നമുക്കറിയാം. ആ വിന്ധ്യാസിന്റെ നോർത്ത് ഭാഗങ്ങളിലാണ് ആദ്യമായിട്ട് റൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ദെൻ ട്രേസ് ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇന്ദു നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസ് മീൻസ് അതിൻ്റെ കൈവഴികളായിട്ട് വരുന്ന കുഞ്ഞു അതിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കുഞ്ഞു നദികളെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുക. കൈവഴികളായിട്ട് പിരിഞ്ഞു പോകുന്ന നദികൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവയെ നമുക്ക് കണ്ടെത്താം. നമ്മുടെ ആ മാപ്പിൽ തന്നെ നമുക്ക് ഇൻഡസ് റിവറിനെയും അതിൻ്റെ കൈവഴികളെയും നമുക്ക് നോക്കാം. അപ്പോൾ ഈ മാപ്പിൽ ഇവിടെ നമുക്ക് കാണാം ഇൻഡസ് കണ്ടല്ലോ. ഈ ഇൻഡസ്, ഈ ഒരു നദി ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് പോണത് കാണാം. ഇതിൽ ഒരുപാട് കൈവഴികളായിട്ട് ചെറിയ ചെറിയ ഏരിയകളായിട്ട് കണ്ടോ, ചെറിയ ചെറിയ ലൈനുകളായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത് കാണാം. അപ്പം ഇങ്ങനെ കൈവഴികളായിട്ട് പിരിഞ്ഞു പോകുന്ന ഈ ഏരിയകളിലൊക്കെ ആളുകൾ ലൊക്കേറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ട്രിബ്യൂട്ടറീസ് ആർ സ്മോളർ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ഫ്രം എ ലാർജർ റിവർ. ഒരു വലിയ റിവർ ഇവിടെ ഫ്രം എ എന്നും കൂടെ ഉണ്ട്. ഒരു ലാർജർ റിവറിൽ നിന്നും പുറത്തോട്ട് ഒഴുകുന്ന കുഞ്ഞു നദികളെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയാം. എബൌട്ട് 4,700 years ago, 4,700 വർഷങ്ങൾക്ക് മുമ്പ്, സം ഓഫ് ദ ഏർലിയസ്റ്റ് സിറ്റീസ് ഫ്ലറിഷ്ഡ് ഓൺ ദി ബാങ്ക് ഓഫ് ദീസ് റിവേഴ്സ്. ഈ ഒരു നദിയുടെ തീരങ്ങളിലൊക്കെ ആയിരുന്നു പണ്ട് കാലത്തെ പട്ടണങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിരുന്നത്, വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണം ജലലഭ്യതയുള്ള ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ താമസിച്ചിരുന്നു. അവരുടെ ജലത്തിന്റെ ആവശ്യം നിറവേറ്റാനും അതുപോലെ തന്നെ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒക്കെ തന്നെ ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ലേറ്റർ പിന്നീട് അബൌട്ട് 2,500 years ago, 2,500 വർഷങ്ങൾക്ക് മുമ്പ്,
സിറ്റീസ് ഡെവലപ്ഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി ഗംഗ നദിയുടെ തീരങ്ങളിലൊക്കെ സിറ്റീസ് ഡെവലപ്പ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, അതിന്റെ ഗംഗയുടെയും അതിന്റെ കൈവഴികളുടെ അടുത്തും, ആൻഡ് അലോങ് ദ സീ കോസ്റ്റ്, കടൽ തീരങ്ങളിലൊക്കെ ആയിട്ട് പിന്നീട് പട്ടണങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു എന്നാണ് പറയുന്നത്. ദെൻ ലൊക്കേറ്റ് ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറി കോൾഡ് ദ സൺ. നമുക്ക് ആ ഒരു മാപ്പിൽ ഈ ഗംഗ എന്നുള്ള നദിയും അതിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സണ്ണും എവിടെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നോക്കുക, ഗംഗാ നദി ഇവിടെ ഈ ഒരു ഭാഗത്താണ്, കണ്ടുവല്ലോ, ഗംഗയാണിത്. ഇതിന്റെ ട്രിബ്യൂട്ടറി ആയിട്ട് ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന സണ്ണിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സൺ ഇവിടെയും കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഗംഗാ നദീ തീരത്തും ഇതുപോലെ ഈ ട്രിബ്യൂട്ടറി ആയ സണ്ണിന്റെ തീരത്തും ഒക്കെ തന്നെ ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ആൻഷ്യന്റ് ടൈംസ് ദ ഏരിയ എലോങ് ദീസ് റിവേഴ്സ്, ഈ ഒരു റിവറിന്റെ അടുത്തുള്ള ഏരിയകളിൽ ദ സൗത്ത് ഓഫ് ദി ഗംഗയുടെ സൗത്ത് ഭാഗത്ത്, മീൻസ് അതിന്റെ ഈ താഴ്ഭാഗത്ത്, ഈ താഴെ ഭാഗത്തായിട്ട് വാസ് നോൺ ആസ് മഗധ, നൗ ലേയിങ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബിഹാർ. ആ ഒരു ഗംഗയുടെ താഴ്ഭാഗത്ത് സൗത്ത് ഭാഗത്തുള്ള ഏരിയയെ നമ്മൾ മഗധ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് അത് ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്താണ് കിടക്കുന്നത്. ഈസ് റൂളേഴ്സ് വെയർ വെരി പവർഫുൾ, അതിലെ ഭരണാധികാരികൾ വളരെ ശക്തരായിരുന്നു. ആൻഡ് സെറ്റപ്പ് എ ലാർജ് കിങ്ഡം, അവർ വലിയ കിങ്ഡം ഒക്കെ സെറ്റപ്പ് ചെയ്തു. കിങ്ഡംസ് വെയർ സെറ്റപ്പ് ഇൻ അതർ പാർട്സ് ഓഫ് ദ കൺട്രി ആസ് വെൽ, അതുപോലെ തന്നെ അവിടെ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും throughout people traveled from one part of the subcontinent to another. സബ് കോണ്ടിനെന്റിന്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആളുകൾ ട്രാവൽ ചെയ്തിരുന്നു. സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉപഭൂഖണ്ഡം. ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡമാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂഖണ്ഡം എന്ന് വിളിക്കാൻ മാത്രം വലിപ്പമില്ലാത്ത ഒന്ന്, സ്വന്തം പ്രത്യേകതകളോട് കൂടിയ ഒരു ഭൂഖണ്ഡ ഭാഗം, അതൊക്കെയാണ് സബ് കോണ്ടിനെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഒരു സബ് കോണ്ടിനെന്റ് ആണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഈ സബ് കോണ്ടിനെന്റിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരു ഭാഗത്തേക്ക് ആളുകൾ എന്ത് ചെയ്തിരുന്നു? ട്രാവൽ ചെയ്തിരുന്നു. ദ ഹിൽസ് മീൻസ് കുന്നുകൾ അല്ലെ, ആൻഡ് ഹൈ മൗണ്ടെയിൻസ് ഇൻക്ലൂഡിങ് ഹിമാലയസ്, ഹിമാലയം അടങ്ങുന്ന ഹൈ മൗണ്ടൻസ്, വലിയ വലിയ പർവ്വതങ്ങള്, ഡെസേർട്സ് മരുഭൂമികള്, റിവേഴ്സ് ആൻഡ് സീസ് കടലുകളും നദികളും, മേഡ് ജേർണീസ് ഡേഞ്ചറസ് അറ്റ് ടൈംസ്, ആ സമയത്ത് ഇവയെല്ലാം തന്നെയും ഈ യാത്ര വളരെ ദുഷ്കരമാക്കിയിരുന്നു, ഡേഞ്ചറസ് ആക്കിയിരുന്നു. ബട്ട് നെവർ ഇമ്പോസിബിൾ, പക്ഷെ ഒരിക്കലും എന്തായിരുന്നില്ല? അസാധ്യമായിരുന്നില്ല. ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ ഒരിടത്തുനിന്നും ഒരിടത്തേക്ക് മൂവ് ചെയ്തിരുന്നു. സോ മെൻ ആൻഡ് വിമൻ മൂവ്ഡ് ഇൻ സെർച്ച് ഓഫ് ലൈവ്ലിഹുഡ്, ആണും പെണ്ണും അല്ലെ, രണ്ടു കൂട്ടരും ഒരുപോലെ അവരുടെ ജീവിത വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് മൂവ് ചെയ്തിരുന്നു. ആസ് ഓൾസോ ടു എസ്കേപ്പ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്സ് ഓർ ഡ്രോട്ട്സ്, പിന്നെ വെള്ളപ്പൊക്കം, അതുപോലെ വരൾച്ച പോലത്തെ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ഒരിടത്തുനിന്നും ഒരിടത്തേക്ക് മൂവ് ചെയ്തിരുന്നു. സം ടൈംസ് മെൻ മാർച്ച്ഡ് ഇൻ ആർമീസ്, ചില സമയത്തൊക്കെ ആളുകള് പുരുഷന്മാര് അവർ ആർമിയുടെ കൂടെ ചേർന്നു, മീൻസ് അവർ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തു. കോങ്കറിങ് അതർ ലാൻഡ്സ്, മറ്റു രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരൊരിടത്തുനിന്ന് ഒരിടത്തേക്ക് മൂവ് ചെയ്തു. ബിസൈഡ്സ് മർച്ചൻസ് ട്രാവൽഡ് വിത്ത് ക്യാരവൻസ് ഓർ ഷിപ്സ്, കച്ചവടക്കാർ മർച്ചൻസ് എങ്ങനെ ട്രാവൽ ചെയ്ത്? ക്യാരവൻസ്, നമ്മളിങ്ങനെ എന്താ പറയാ, കൂട്ടത്തോടു കൂടി ഒരിടത്തുനിന്നൊരിടത്തേക്ക് പോവുക, കൂട്ടമായി പോകുന്ന സഞ്ചാരികൾ, അതായത് രക്ഷ ഉദ്ദേശിച്ച് കൂട്ടമായിട്ട് ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോകുന്നവർ. അപ്പൊ അങ്ങനെയുള്ള ക്യാരവൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഷിപ്പുകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്തു? മർച്ചൻസ് ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് യാത്ര ചെയ്തു. ക്യാരിയിങ് വാല്യുബിൾ ഗുഡ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരിടത്തുനിന്നും ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ ക്യാരി ചെയ്തുകൊണ്ട് അവർ യാത്ര ചെയ്തു. ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ വിറ്റു. ആൻഡ് റിലീജിയസ് ടീച്ചേഴ്സ് വാക്ക്ഡ് ഫ്രം വില്ലേജ് ടു വില്ലേജ്, അതുപോലെ തന്നെ മത പണ്ഡിതർ അല്ലെ, മത ടീച്ചേഴ്സ് എന്ന് പറയുമ്പം മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളവർ, അവർ വില്ലേജുകളിൽ നിന്നും വില്ലേജുകളിലേക്ക് യാത്ര ചെയ്തു, ടൗണുകളിൽ നിന്നും ടൗണുകളിലേക്ക് യാത്ര ചെയ്തു. സ്റ്റോപ്പിംഗ് ടു ഓഫർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അഡ്വൈസ് ഓൺ ദ വേ, പോകുന്ന വഴിയിലൊക്കെ മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അഡ്വൈസ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് അത് കൊടുക്കുകയൊക്കെ ചെയ്തു ആളുകൾക്ക്. ഫൈനലി സം പീപ്പിൾ പെർഹാപ്സ് ട്രാവൽഡ്, കൂടാതെ ചില ആളുകൾ ട്രാവൽ ചെയ്തത് എങ്ങനെയാണ്? ഡ്രിവൻ ബൈ എ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ, സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് വെച്ചിട്ട്, ആ ഒരു താല്പര്യം വെച്ചിട്ട് ട്രാവൽ ചെയ്തു. അതുപോലെ തന്നെ വാണ്ടിങ് ടു ഡിസ്കവർ ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ്, പുതിയതും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കണ്ടെത്തുന്നതിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്തവരും ഉണ്ടായിരുന്നു. ഓൾ ദീസ് ലെഡ് ടു ദ ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ പീപ്പിൾ, ഇതെല്ലാം എന്തിലേക്ക് നയിച്ചു? ആളുകൾക്കിടയിൽ ആശയങ്ങൾ ഷെയർ ചെയ്യുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ്.
ഇങ്ങനെ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് യാത്ര ചെയ്യുമ്പം ഈ ചെല്ലുന്നവരുടെ ഐഡിയാസും മറ്റുമൊക്കെ തന്നെയും അവിടെയുള്ളവർ പഠിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ ആശയങ്ങളും മറ്റും ഈ ചെന്നവരും പഠിച്ചെടുക്കും. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിന് ഇത് കാരണമായി എന്നാണ് പറയുന്നത്. ദെൻ വൈ ഡു പീപ്പിൾ ട്രാവൽ നൗവേഡേയ്സ്? ഇന്ന് ആളുകൾ ട്രാവൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലുക്ക് അറ്റ് മാപ്പ് 1 വൺസ് മോർ. നമുക്ക് ആ മാപ്പ് ഒരിക്കലും കൂടെ ഒന്നുകൂടെ നോക്കാം. ഹിൽസ്, മൗണ്ടെയിൻസ് ആൻഡ് സീസ് ഫോം ദ നാച്ചുറൽ ഫ്രണ്ടിയേഴ്സ് ഓഫ് ദ സബ് കോണ്ടിനെന്റ്. നമ്മുടെ ഈ ഒരു സബ് കോണ്ടിനെന്റിന്റെ അതിരുകളായിട്ട്, നാച്ചുറൽ പ്രകൃതിപരമായിട്ടുള്ള അതിരുകളായിട്ടല്ല, നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള അല്ല, പ്രകൃതി തന്നെ ഒരുക്കിയ ഒരുപാട് അതിരുകളുണ്ട്. അതാണ് ഹിൽസ്, മൗണ്ടെയിൻസ്, സീസ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ആ ഒരു മാപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് നോക്കി നോക്കൂ. ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട് അല്ലെ, പിന്നെ ബംഗാൾ ഉൾക്കടലുണ്ട്, ഇവിടെ പിന്നെ അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, ഇവിടെ അറബിക്കടൽ. ഇങ്ങനെ ഈ ഒരു ഭാഗം മുഴുവൻ ഒരു അതിരായിട്ട് നാച്ചുറൽ ഫ്രോണ്ടിയർ ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഹിമാലയ പർവ്വതങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇത് ഇന്ത്യയുടെ പഴയ ഭൂപടമാണ്, അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു ഷേപ്പ് നമുക്കറിയാം ഇവിടെ ഈ ഒരു ഭാഗത്താണ് അല്ലേ. അല്ലാതെ ഈ ഒരു കിർത്താർ, സുലൈമാൻ ഹിൽസ് ഒന്നും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല. ഇതൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവിടെ നദികളും അവിടെയൊക്കെ മലകളും, ഇവിടെ കണ്ട താർ മരുഭൂമിയാണ് ഇത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാൽ ഇവിടെ പിന്നെ ഗെയർ ഹിൽസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടം നമുക്കൊരു അതിരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഫ്രോണ്ടിയേഴ്സ് ഉണ്ട്. വൈൽ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ക്രോസ് ദീസ് ഫ്രോണ്ടിയേഴ്സ്, ഈ ഒരു ഫ്രോണ്ടിയേഴ്സ് പിന്നെ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ദോസ് ഹു വാണ്ടഡ് കുഡ് ആൻഡ് ഡിഡ് സ്കെയിൽ ദ മൗണ്ടെയിൻസ് ആൻഡ് ക്രോസ് ദ സീസ്, ആളുകൾ എന്ത് ചെയ്യേണ്ടി വന്നു, ഈ പറയുന്ന മൗണ്ടെയിൻ്റെ ഒക്കെ തന്നെ അളവൊക്കെ എടുത്ത് അത് മീൻസ് അത് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് പഠിച്ച്, അതുപോലെ തന്നെ സീസ്, കടലുകളൊക്കെ തന്നെ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് പോവേണ്ടിയിരുന്നത്. People from across the frontiers also came into the subcontinent and settled here. അപ്പൊ ഈ ഫ്രോണ്ടിയറിന് അപ്പുറത്തുള്ള ആളുകൾ, ഈ അതിർത്തിക്ക് അപ്പുറത്തുള്ള ആളുകളും ഇതുപോലെ തന്നെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് നമ്മുടെ ഈ സബ് കോണ്ടിനെന്റിലെത്തി ഇവിടെ അവർ സെറ്റിൽ ചെയ്യുകയുണ്ടായി. ദീസ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ എൻറിച്ച്ഡ് അവർ കൾച്ചറൽ ട്രഡീഷൻ. ഈ ആളുകളുടെ മൂവ്മെന്റ് നമ്മളുടെ കൾച്ചറൽ ട്രഡീഷനെ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്തുകൊണ്ട് എന്ത് ചെയ്തു, സമ്പുഷ്ടമാക്കി. അവരുടെ കൾച്ചറൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ, നമ്മുടെ കൾച്ചറിന്റെ ഭാഗം അവരിലേക്ക് വന്നു ചേർന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം സമ്പുഷ്ടമാകപ്പെട്ടു. ദെൻ പീപ്പിൾ ഹാവ് ഷെയർഡ് ന്യൂ വേസ് ഓഫ് കാർവിങ് സ്റ്റോൺസ്. ആളുകൾ പുതിയ പുതിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. എന്തിൻ്റെയൊക്കെ കാർവിങ് സ്റ്റോൺസ്, കല്ലുകളിൽ കൊത്തുപണി ചെയ്യുന്നതിൻ്റെ, അതുപോലെ കമ്പോസിങ്, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിൻ്റെ, ഈവൻ കുക്കിംഗ് ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ അടക്കമുള്ള വഴികൾ ആളുകൾ ഓവർ സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്, നൂറുകണക്കിന് വർഷങ്ങളോളം ആളുകൾ ഇത് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പം നമ്മൾ കഴിക്കുന്ന പല ഫുഡ് ഐറ്റവും നമ്മുടെ ഇവിടുത്തെ, അത് കേരള ഫുഡ് ഒന്നുമല്ല നമ്മൾ പലപ്പോഴും കഴിക്കുന്നത്. നമ്മുടെ പല ഡെലീഷ്യസ് ഫുഡ് ഐറ്റവും, അറേബ്യൻ ഫുഡ്, ചൈനീസ് ഫുഡൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഒക്കെ അവിടെ നിന്നും നമ്മളിലേക്ക് വന്നു ചേർന്ന കുറേ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ്. ദ നെയിംസ് ഓഫ് ദി ലാൻഡ്. നമ്മുടെ ഈ ഒരു ലാൻഡിന്റെ പേരുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഈ സബ് കോണ്ടിനെന്റിന്റെ പേര് വന്നതാണ് നമ്മളിനി പറയുന്നത്. 2 ഓഫ് ദി വേർഡ്സ് വി ഓഫൺ യൂസ് ഫോർ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2 വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേതൊക്കെയാണ്? ഇന്ത്യ ആൻഡ് ഭാരത്. ഇത് രണ്ടും നമ്മൾ പറയാറുണ്ട്. ദ വേർഡ് ഇന്ത്യ കംസ് ഫ്രം ഇൻദുസ്. ഇൻദുസ് എന്ന് പറയുന്ന ഇതിൽ നിന്നുമാണ് ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് വന്നത്. ഇൻദുസ് നദി നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി അല്ലേ. നമ്മുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത്, എങ്ങനെയാണ് നോർത്ത് ഇങ്ങനെ നമ്മുടെ ഭൂഖണ്ഡം ഇതിൻ്റെത് വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു ഏരിയയാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻദുസ് നദി നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ. അപ്പോൾ ഈ ഇൻദുസ് എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഇന്ത്യ വന്നത്. കോൾഡ് സിന്ധു ഇൻ സാൻസ്ക്രിറ്റ്. അതിനെ നമ്മൾ സംസ്കൃതത്തിൽ സിന്ധു എന്നാണ് വിളിക്കുക. സിന്ധു നദീതടം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഫൈൻഡ് ഇറാൻ ആൻഡ് ഗ്രീസ് ഇൻ യുവർ അറ്റ്ലസ്. നിങ്ങളുടെ മാപ്പിൽ അറ്റ്ലസിനകത്ത് ഇറാനും ഗ്രീസും കണ്ടെത്താനാണ് പറഞ്ഞത്. നമുക്ക് പിന്നീട് നോക്കാം. ദ ഇറാനിയൻസ് ആൻഡ് ദ ഗ്രീക്സ് ഹു കെയിം ത്രൂ ദ നോർത്ത് വെസ്റ്റ് അബൌട്ട് 2500 years ago. 2500 വർഷം, ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഈ നോർത്ത് വെസ്റ്റ് ഈ ഒരു ഭാഗത്ത് പിന്നെ ഗ്രീക്സും അതുപോലെ തന്നെ ഇറാനിയൻസ് ഒക്കെ വന്നു. ആൻഡ് വേർ ഫെമിലിയർ വിത്ത് ദ ഇന്ത്യ കോൾഡ് ഇറ്റ് ദ ഹിന്ദോസ് ഓർ ഇന്തോസ്.
അവർ ആ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു പരിചയത്തിൻ്റെ മുകളിൽ അവരെന്ത് ചെയ്തു, അവിടെയുള്ള ആളുകളെ ഹിന്ദോസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഹിന്ദോസ് അല്ലെങ്കിൽ ഇന്തോസ്, ഈ ഇൻദുസ് നദിയുടെ തീരത്ത് താമസിക്കുന്നവർ എന്നുള്ള നിലയ്ക്കായിരിക്കും അവരെ വിളിച്ചിട്ടുണ്ടാവുക. ഹിന്ദോസ് അല്ലെങ്കിൽ ഇന്തോസ് എന്നുള്ള പേര് അവർ വിളിച്ചു. ആൻഡ് ദ ലാൻഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദി റിവർ. ഇപ്പം ഇതാണ് റിവർ എങ്കിൽ അതിൻ്റെ ഇങ്ങേ ഭാഗം അതാണ് പിന്നെ ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ ഇങ്ങേ ഭാഗത്തെ എന്ത് വിളിച്ചു? ദ ലാൻഡ് ദ ഈസ്റ്റ് ഓഫ് ദി റിവർ വാസ് കോൾഡ് ഇന്ത്യ. ആ ഭാഗത്തെ ഇന്ത്യ എന്ന് വിളിച്ചു. ദ നെയിം ഭാരത വാസ് യൂസ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലീവ്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ്. ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് താമസിച്ച ആളുകളെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരത എന്നുള്ള വാക്കും ഉപയോഗിച്ചു. ആൻഡ് ഹൂ വർ മെൻഷൻഡ് ഇൻ ദ ഋഗ്വേദ, ദ ഏർലിയസ്റ്റ് കമ്പോസിഷൻ ഇൻ സാൻസ്ക്രിറ്റ്. നമ്മുടെ സംസ്കൃതത്തിലെ ആദ്യകാല രചനയായ ഋഗ്വേദത്തിൽ ഇതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കമ്പോസ് ചെയ്ത ഒന്ന്. ലേറ്റർ ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ കൺട്രി. പിന്നീട് ഈ രണ്ട് വാക്കുകളും ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കായിരുന്നു എന്നുള്ളതാണ്. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ പാസ്റ്റ്. ഭൂതകാലത്തെ കുറിച്ച് കണ്ടെത്തുന്നു. There are several ways of finding out about the past. പാസ്റ്റിനെ കണ്ടെത്തുന്നതിന് ഒരുപാട് വഴികളുണ്ട്. One is to search for and read. അതിലൊന്നെന്ന് പറയുന്നത് എന്താണ്? Search for and read books that were written long ago. പണ്ട് കാലങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള ബുക്കുകൾ കണ്ടെത്തുകയും എന്നിട്ടത് വായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദീസ് ആർ കോൾഡ് മാനുസ്ക്രിപ്റ്റ്സ്. അങ്ങനെ ഉള്ള പഴയ ബുക്കുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് മാനുസ്ക്രിപ്റ്റ്സ്. കൈയെഴുത്ത് പ്രതികൾ എന്ന് മലയാളത്തിൽ പറയും. ബിക്കോസ് ദേ വർ റിട്ടൺ ബൈ ഹാൻഡ്സ്. അങ്ങനെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയാൻ അല്ലെങ്കിൽ കൈയെഴുത്ത് പ്രതികൾ എന്ന് പറയാൻ കാരണം എന്താണ്? അത് കൈ കൊണ്ട് നേരിട്ട് എഴുതിയതാണ്. അന്ന് പ്രിന്റിംഗ് ടെക്നോളജി ഒന്നുമില്ല പ്രിന്റ് ചെയ്യാൻ. അപ്പം നേരിട്ട് ആളുകൾ മാനുവലി എഴുതിയിട്ടുള്ള ഒന്നായത് കൊണ്ടാണ് നമ്മൾ അതിനെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മെനു. ഈ മാനുസ്ക്രിപ്റ്റ് എന്ന വേർഡ് വന്നത് ഏതിൽ നിന്നാണ്? ലാറ്റിൻ വേർഡായിട്ടുള്ള മെനു എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് ഹാൻഡ് എന്നാണ്. അപ്പോൾ കൈകൊണ്ട് എഴുതിയത് എന്നർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ മെനു എന്ന് പറയുന്ന വേർഡ് വെച്ച് മാനുസ്ക്രിപ്റ്റ് എന്നാണ് അതിന് പേരിട്ട് വിളിച്ചത്. ദീസ് വെർ യൂഷ്വലി റിട്ടൺ ഓൺ പാം ലീവ്സ്. ഇത് സാധാരണഗതിയിൽ എവിടെയാണ് എഴുതുന്നത്? പാം ലീവ്സിലാണ് എഴുതുന്നത്. പാം ലീവ് എന്ന് പറയുമ്പം ഓല, പനയോല എന്നൊക്കെ പറയും. താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് ആണ് സാധാരണ എഴുതുന്നത്. ഓർ ഓൺ ദി സ്പെഷ്യലി പ്രിപ്പയർഡ് ബാർക്ക് ഓഫ് എ ട്രീ നോൺ ആസ് ബെർച്ച്. ബെർച്ച് എന്ന് വിളിക്കുന്ന പൂവരശ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു മരത്തിന്റെ തൊലി, ബാർക്ക് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞു. അതിന്റെ തൊലി ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ട് അതിലെഴുതിയതാവാം. ഈ ബേർച്ച് എന്ന് പറയുന്ന ട്രീ എവിടെയാണ് കാണാറുള്ളത്? വിച്ച് ഗ്രോസ് ഇൻ ഹിമാലയാസ്. ഹിമാലയ പർവ്വതങ്ങളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിന്റെ തൊലിയിലോ അല്ലെങ്കിൽ ഈ പാം ലീവ്സിലോ ഒക്കെയാണ് ഈ പറയുന്ന മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഓവർ ദി ഇയേഴ്സ്, വർഷങ്ങളായിട്ട് മെനി മാനുസ്ക്രിപ്റ്റ്സ് വേർ ഈറ്റൻ ബൈ ഇൻസെക്ട്സ്. കുറേ കാലങ്ങളായിട്ട് ഈ ഇൻസെക്ട് കീടങ്ങളാലൊക്കെ തിന്ന് നശിച്ചു പോയിട്ടുണ്ട്. സം വെയർ ഡിസ്ട്രോയിഡ്. ചിലതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധങ്ങളായിട്ടും മറ്റു പല കാരണങ്ങളാലൊക്കെ ആയിട്ട് പലതും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബട്ട് മെനി ഹാവ് സർവൈവ്ഡ്. പക്ഷെ കുറേ എണ്ണം നിലനിന്നിട്ടുണ്ട്. ഓഫൺ പ്രിസേർവ്ഡ് ഇൻ ടെമ്പിൾസ് ആൻഡ് മൊണാസ്റ്ററീസ്. പലതും അമ്പലങ്ങൾ, അതുപോലെ തന്നെ മൊണാസ്റ്ററീസ് മീൻസ് ഈ സന്യാസി മഠം, ആശ്രമം എന്നൊക്കെ പറയും. അവിടങ്ങളിലൊക്കെ തന്നെ സംരക്ഷിക്കപ്പെട്ടത് കൊണ്ടൊക്കെ ആയിട്ട് ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സർവൈവ് ചെയ്തിട്ടുണ്ട്. ദീസ് ബുക്സ് ഡെൽറ്റ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് സബ്ജക്ട്. ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ എല്ലാത്തരം വിഷയങ്ങളും അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? റിലീജിയസ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ്. മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, ചര്യകൾ അല്ലെ. ഓരോ മതത്തിനും ഓരോരോ ആചാര രീതികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ വിശ്വാസങ്ങളും പ്രാക്ടീസസും ഒക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദ ലീവ്സ് ഓഫ് കിങ്സ്. രാജാക്കന്മാരുടെ ജീവിതത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. മെഡിസിൻസ്, മരുന്നുകളെ കുറിച്ചുള്ള കുറിപ്പുകളുണ്ട്. സയൻസ്, ശാസ്ത്രമുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ബുക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസൈഡ്സ് ദർ വേർ എപ്പിക്സ്. അപ്പൊ അതിൻ്റെയൊക്കെ പുറമെ പിന്നെ എന്തൊക്കെ? എപ്പിക്സ് മീൻസ് ഇതിഹാസ കാവ്യങ്ങൾ, കാവ്യരചനകളൊക്കെ പിന്നെ ഇതിനകത്ത് കാണാറുണ്ട്. പോയം, കവിതകള്, പ്ലേസ്, നാടകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മെനി ഓഫ് ദീസ് വെർ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്. ഇതിൽ പലതും എഴുതിയിരിക്കുന്ന ഏത് ഭാഷയിലാണ്? സാൻസ്ക്രിറ്റിലാണ്, സംസ്കൃതത്തിലാണ്. അതേഴ്സ് വെർ ഇൻ പ്രാകൃത്. ചിലതൊക്കെ പ്രാകൃത ഭാഷയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാംഗ്വേജസ്, അതുകൂടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജസ് യൂസ്ഡ് ബൈ ഓർഡിനറി പീപ്പിൾ. പണ്ട് കാലത്തെ
സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. മറ്റേത് സംസ്കൃതം ഒക്കെ പറയുമ്പം അന്നത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ്. സാധാരണ നോർമൽ പീപ്പിൾ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആയിരുന്നു പ്രാകൃത്. അതിലും തമിഴിലൊക്കെയാണ് മറ്റു പല താളിയോല ഗ്രന്ഥങ്ങളും എഴുത്ത് ഇരിക്കുന്നത്. We can also study inscriptions. നമുക്ക് ഇൻസ്ക്രിപ്ഷനെ കുറിച്ചും കൂടെ നമുക്ക് പഠിക്കാം. These are writings on relatively hard surface such as stone or metal. സ്റ്റോണ് അതുപോലെ മെറ്റല് പോലത്തെ ഹാർഡ് സർഫസിൽ കട്ടിയുള്ള പ്രതലങ്ങളിൽ എഴുതപ്പെട്ട എഴുത്തുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയാം. തൊട്ട് മുമ്പത്തെ നമ്മൾ പറഞ്ഞു ഓലയിൽ എഴുതപ്പെട്ടാണ്, താളിയോല ഗ്രന്ഥങ്ങളാണത്. ഇത് സ്റ്റോണ് മെറ്റല് പോലത്തെ ഹാർഡ് സർഫസിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. Sometimes kings got their orders inscribed so that people could see, read and obey them. പലപ്പോഴും രാജാക്കന്മാർ അവരുടെ ഓർഡേഴ്സ് ഒക്കെ എന്താ ചെയ്തിരുന്നത് എങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്തരം സ്റ്റോണിന്മേൽ മറ്റോ കൊത്തി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് അങ്ങനെ വരുമ്പം പീപ്പിൾ കുഡ് സി, ആളുകൾക്ക് അത് കാണാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും, എന്നിട്ട് അത് അനുസരിക്കാനും പറ്റും. There are other kinds of inscriptions as well. ഇതുപോലെ വേറെയും ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. വേർ മെൻ ആൻഡ് വിമൻ, അവിടെ സ്ത്രീയും പുരുഷനും, മീൻസ് എന്താണ്, ഇൻക്ലൂഡിങ് കിങ്സ് ആൻഡ് ക്വീൻസ്, രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡഡ് വാട്ട് ദേ ഡിഡ്, അവരെന്താണ് ചെയ്തിട്ടുള്ളത് അവയെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് അവരുടെ വിജയങ്ങളോ മറ്റൊക്കെ രേഖപ്പെടുത്തി വെക്കാനും ഈ ഇൻസ്ക്രിപ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, കിങ്സ് ഓഫൺ കെപ്റ്റ് റെക്കോർഡ്സ് ഓഫ് വിക്ടറീസ് ഇൻ ബാറ്റിൽ. പലപ്പോഴും രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു, യുദ്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ വിജയങ്ങൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻസ്ക്രിപ്ഷൻസ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം ഇൻസ്ക്രിപ്ഷൻസ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു ഹാർഡ് സർഫസ് ഡെവലപ്പ് ചെയ്തെടുക്കണം, ഇതെല്ലാം തന്നെ കൊത്തി എഴുതി ഉണ്ടാക്കണം, ഒരുപാട് സമയം ഒരുപാട് അധ്വാനം വരുന്ന കാര്യമാണ്. ഗുണം എന്തായിരിക്കും, ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ താളിയോല ഗ്രന്ഥം പോലെ മറ്റൊന്നും നശിച്ചു പോവാതെ നിൽക്കുന്ന ഒന്നായിരിക്കും ഈ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. There were many other things that were made and used in the past. പണ്ട് കാലങ്ങളിൽ ഉണ്ടാകുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്ന വേറെയും കുറേ സാധനങ്ങളുണ്ട്. Those who study these objects are called archaeologists. അപ്പോൾ ഇത്തരം വസ്തുക്കളെ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്, ആർക്കിയോളജിസ്റ്റ് എന്നുള്ളതാണ്. മലയാളത്തിൽ നമുക്ക് എന്താ പറയാം, പുരാവസ്തു ഗവേഷകർ എന്നൊക്കെ പറയാം. നിങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കുന്നവരായിരിക്കും, അതിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് പുരാവസ്തു ഗവേഷകർ. അങ്ങനെയുള്ളവരെയാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെ പഴയ വസ്തുക്കളെ കുറിച്ച് കണ്ടെത്തി അത് പഠിക്കുന്നവരാണ് ആർക്കിയോളജിസ്റ്റ്. ദേ സ്റ്റഡി ദ റിമൈൻസ് ഓഫ് ബിൽഡിങ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ബ്രിക്സ്. കല്ല് കൊണ്ടും ബ്രിക്ക് കൊണ്ടും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങിന്റെ റിമൈൻസ്, അവശിഷ്ടങ്ങളൊക്കെ തന്നെ അവർ പഠിക്കുന്നു. അതുപോലെ പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്, പഴയ കാലത്തെ പെയിന്റിങ്ങുകൾ, അതുപോലെ തന്നെ ശില്പങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ കുറിച്ചൊക്കെ അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾസോ എക്സ്പ്ലോർ ആൻഡ് എക്സവേറ്റ്. അവർ പിന്നെ എന്തൊക്കെ കണ്ടെത്തും, എക്സവേറ്റ് ചെയ്യും. എക്സവേറ്റ് ചെയ്യാൻ ബ്രാക്കറ്റിൽ തന്നെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഡിഗ് അണ്ടർ ദ സർഫസ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ മുകൾ ഭാഗം കുഴിച്ച് താഴേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തന്നെ കണ്ടെത്തി അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ അവർ എക്സവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, അന്വേഷിച്ച് കണ്ടെത്തൊക്കെ ചെയ്യുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ എക്സവേറ്റ് ചെയ്യുന്നത്, ടു ഫൈൻഡ് ടൂൾസ്, വെപ്പൺസ്, പണ്ട് കാലത്തുള്ള ടൂൾസ്, അതുപോലെ തന്നെ വെപ്പൺസ്, ആയുധങ്ങൾ, പോട്ടക്കലങ്ങൾ, പാന്, ഓർണമെന്റ്സ്, ആഭരണങ്ങൾ, കോയിൻസ്, ഇങ്ങനത്തെ ഉള്ളതൊക്കെ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എക്സവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടെത്തി പഠിക്കുന്നവരാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആർക്കിയോളജിസ്റ്റ് ഓൾസോ ലുക്ക് ഫോർ ബോൺസ് ഓഫ് അനിമൽസ്, ബേർഡ്സ് ആൻഡ് ഫിഷ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് പീപ്പിൾ എയ്റ്റ് ഇൻ ദ പാസ്റ്റ്. പണ്ട് കാലത്ത് ആളുകൾ എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് ആർക്കിയോളജിസ്റ്റ് എന്തും കൂടെ നോക്കുന്നുണ്ട്. ഇതുപോലെ കുഴിച്ചെടുക്കുന്ന പിന്നെ അനിമൽസിന്റെ ബോൺസിനെ കുറിച്ച്, അതുപോലെ ബേർഡ്സിന്റെ, അതുപോലെ ഫിഷിന്, ഇതിൻ്റെയൊക്കെ തന്നെ ബോൺസ് കിട്ടും കുഴിച്ചെടുക്കുക മറ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അതിലൊക്കെ കുറിച്ച് അവർ പഠിക്കും. പ്ലാന്റ് റിമൈൻസ് സർവൈവ് ഫാർ മോർ റയർലി. പ്ലാന്റ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ സീഡ്സ് ഓഫ് ഗ്രെയിൻസ്
ഓർ പീസസ് ഓഫ് വുഡ് ഹാവ് ബീൻ ബേൺഡ്. അതിൻ്റെ വിത്തുകളാണെങ്കിലും അതിൻ്റെ മരമാണെങ്കിലും ഒക്കെ തന്നെ കത്തിപ്പോയിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് അത് നമുക്ക് അത്ര കിട്ടില്ല. ദേ സർവൈവ് ഇൻ ചാർഡ് ഫോം. അത് നിലനിന്നത് ഏത് രൂപത്തിലെ? ചാർഡ് ഫോംസ്, കരി രൂപത്തിൽ. ചാർക്കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചാർഡ് ഫോമിലൊക്കെയാണ് അത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഴയ പ്ലാന്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ദെൻ ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ, ദാറ്റ് ഈസ് സ്കോളേഴ്സ് ഹൂ സ്റ്റഡി ദ പാസ്റ്റ്. പണ്ട് കാലത്തെ കുറിച്ച്, പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹിസ്റ്റോറിയൻസ്. ഓഫൺ യൂസ് ദ വേർഡ് സോഴ്സ് ടു റെഫേഴ്സ് ടു ദ ഇൻഫർമേഷൻ ഫൗണ്ട് ഫ്രം മാനുസ്ക്രിപ്റ്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ആർക്കിയോളജി. മാനുസ്ക്രിപ്റ്റ് എന്ന്, ഇൻസ്ക്രിപ്ഷൻ എന്ന്, ആർക്കിയോളജി ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇപ്പോൾ പഴയ കാലത്തെ സാധനങ്ങളൊക്കെ കുഴിച്ചെടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ആർക്കിയോളജി. അപ്പം ഈ പറയുന്നതിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന ഇൻഫോർമേഷനെ ഈ ചരിത്രകാരന്മാർ വിളിക്കുന്ന പേരെന്താണ്? സോഴ്സ് എന്നാണ്. ഓഫൺ യൂസ് ദ വേർഡ് സോഴ്സ് ടു റെഫർ ടു ദ ഇൻഫർമേഷൻ ഫൗണ്ട് ഫ്രം മാനുസ്ക്രിപ്റ്റ്, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ആർക്കിയോളജി. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഇൻഫർമേഷനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് സോഴ്സ്. അപ്പോൾ വൺസ് സോഴ്സ് ആർ ഫൗണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ടേം മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് പറയാൻ. അപ്പോൾ വൺ സോഴ്സസ് ആർ ഫൗണ്ട്. ഒരിക്കൽ സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലേണിംഗ് അബൌട്ട് ദ പാസ്റ്റ് ബിക്കംസ് ആൻ അഡ്വഞ്ചർ. അപ്പം ഇങ്ങനെ ഒരു സോഴ്സ്, അത് മാനുസ്ക്രിപ്റ്റിന്റെ രൂപത്തിലാവാം, ഇൻസ്ക്രിപ്ഷന്റെ രൂപത്തിലാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലേണിംഗ് അബൌട്ട് ദ പാസ്റ്റ് ബിക്കം ആൻ അഡ്വഞ്ചർ. അപ്പം നമ്മളെ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറാണ്, ഒരു സാഹസികമായിട്ടുള്ള കാര്യമായിരിക്കും. ആസ് വി റീകൺസ്ട്രക്ട് ഇറ്റ് ബിറ്റ് ബൈ ബിറ്റ്. അങ്ങനെ അല്പാൽപമായിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ട് വേണം അല്ലേ. കുറച്ച് കാര്യങ്ങളെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അത് വെച്ച് അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് വേണം. സോ ഹിസ്റ്റോറിയൻസ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് ആർ ലൈക്ക് ഡിറ്റക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാരാണെങ്കിലും ആർക്കിയോളജിസ്റ്റ് ആണെങ്കിലും അവർ ഡിറ്റക്റ്റീവ് പോലെയാണ്, കുറ്റാന്വേഷകരെ പോലെയാണ്. ഹു യൂസ് ഓൾ ദീസ് സോഴ്സസ് ലൈക്ക് ക്ലൂസ് ടു ഫൈൻഡ് അബൌട്ട് അവർ പാസ്റ്റ്. അവർ ഈ ഓരോ സോഴ്സിനെയും നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് കണ്ടെത്താനുള്ള ഒരു ക്ലൂ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വൺ പാസ്റ്റ് ഓർ മെനി. ഒരു പാസ്റ്റ് ആണോ അതോ കുറേ പാസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഡിഡ് യു നോട്ടീസ് ദ ടൈറ്റിൽ ഓഫ് ദിസ് ബുക്ക്? നിങ്ങൾ ഈ ബുക്കിൻ്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അവർ പാസ്റ്റ്, നമ്മുടെ പാസ്റ്റുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വി ഹാവ് യൂസ്ഡ് ദ വേർഡ് പാസ് ഇൻ പ്ലൂറൽ. നമുക്കറിയാം എങ്ങനെ എസ് ചേർത്ത് നമ്മൾ പറയുന്ന പ്ലൂറൽ വേർഡുകൾക്കാണ് അല്ലേ. അപ്പം വി ഹാവ് യൂസ്ഡ് വേർഡ് പാസ്റ്റ് ടു ഡ്രോ അറ്റൻഷൻ ടു ദ ഫാക്ട്. We have used the word past in plural to draw attention to the fact that the past was different for different group of people. Past എന്ന് പറയുന്നത് വിവിധ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വ്യത്യസ്തങ്ങളാണ് അല്ലേ. ഒരു ഗ്രൂപ്പിൻ്റെതല്ല മറ്റൊരു ഗ്രൂപ്പിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും അവരുടെ പാസ്റ്റ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാസ്റ്റ് എന്ന് നമ്മൾ പ്ലൂറൽ ഫോമിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ലീവ്സ് ഓഫ് ഹേർഡേഴ്സ് ഓർ ഫാമേഴ്സ് വേർ ഡിഫറെൻറ്റ്. നമ്മുടെ ഹേർഡേഴ്സ്, അതായത് കന്നുകാലി മേയ്ക്കുന്നവർ, അതുപോലെ കൃഷിക്കാരുടെ, അവരുടെയൊക്കെ തന്നെ ലീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഫ്രം ദോസ് ഓഫ് കിങ്സ് ആൻഡ് ക്യൂൻസ്. ആ കാലഘട്ടങ്ങളിൽ തന്നെ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ദ ലീവ്സ് ഓഫ് മർച്ചന്റ് വെയർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ക്രാഫ്റ്റ് പേഴ്സൺസ് അല്ലേ. നമ്മുടെ കച്ചവടക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ക്രാഫ്റ്റ് പേഴ്സൺസ് മീൻസ് കൊത്തുപണികളും കൊത്തുവേലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൈത്തൊഴിലുകാരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ആൻഡ് സോ ഓൺ. അങ്ങനെ ഓരോ ടീമിൻ്റെയും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓൾസോ ആസ് ഈസ് ട്രൂ ഈവൻ ടുഡേ പീപ്പിൾ ഫോളോ ഡിഫറെൻറ്റ് പ്രാക്ടീസസ്. ആളുകൾ ഇപ്പോഴും ഇന്ന് കാലത്തും ആളുകൾ വ്യത്യസ്തമായ പ്രാക്ടീസാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് സത്യമാണ് അല്ലേ. ഡിഫറെൻറ്റ് പ്രാക്ടീസസ് ആൻഡ് കസ്റ്റംസ്, വ്യത്യസ്തമായിട്ടുള്ള രീതികളും ആചാരങ്ങളും ഒക്കെയാണ് ഇന്നും ഉള്ളത്. ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ടുഡേ മോസ്റ്റ് പീപ്പിൾ ലിവിങ് ഇൻ അൻഡമാൻ ഐലാൻഡ്. അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓരോ ദ്വീപ് സമൂഹങ്ങളാണ്. അപ്പം ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചുറ്റുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട, അതിന് എല്ലാ ഭാഗത്തും വെള്ളം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചുറ്റുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഏരിയയാണ് ദ്വീപ് അല്ലെങ്കിൽ ഐലാൻഡ് എന്ന് പറയാം. അങ്ങനെയുള്ള അൻഡമാൻ ഐലാൻഡിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഫുഡ് നേടുന്നത് എങ്ങനെയാണ്? ബൈ ഫിഷിംഗ്, ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അവർ പണ്ട് കാലത്തെ ആളുകൾ ജീവിക്കുന്ന പോലെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവർ ഫിഷിംഗ്, മീൻ പിടിക്കലും അതുപോലെ വേട്ടയാടലും ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്തിട്ടൊക്കെയാണ് അവരുടെ ഫുഡ് കണ്ടെത്തുന്നത്.
ബൈ കോൺട്രാസ്റ്റ് ചുരുക്കത്തിൽ മോസ്റ്റ് പീപ്പിൾ ലിവിങ് ഇൻ സിറ്റീസ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ സപ്ലൈസ് ഓഫ് ഫുഡ്സ്. നമുക്കറിയാം ടൗണുകളിൽ നല്ല പട്ടണങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ട ഫുഡിന് വേണ്ടി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മറ്റുള്ളവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കിയ നെല്ലും മറ്റും അരിയൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്, അല്ലാതെ അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഡിഫറൻസസ് സച്ച് ആസ് ദീസ് എക്സിസ്റ്റ് ഇൻ ദ പാസ്റ്റ് ആസ് വെൽ. അപ്പം ഇങ്ങനെ ഇതുപോലെ തന്നെ ഇപ്പോഴന്നെ നമുക്ക് അങ്ങനെ കാണാം, ഇതുപോലെ തന്നെയാണ് പണ്ട് കാലങ്ങളിലും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാസ് എന്നുള്ള പ്ലൂറൽ ഫോം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ബിസൈഡ്സ് കൂടാതെ ദർ ഈസ് അനദർ കൈൻഡ് ഓഫ് ഡിഫറൻസ്, മറ്റൊരു ഡിഫറൻസും കൂടെ ഉണ്ട്. വി നോ എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് കിങ്സ് ആൻഡ് ബാറ്റിൽസ്. നമുക്ക് രാജാക്കന്മാരെ കുറിച്ച് അവരുടെ യുദ്ധങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ദേ ഫോട്ട് ബിക്കോസ് ദേ കെപ്റ്റ് റെക്കോർഡ്സ് ഓഫ് ദെയർ വിക്ടറീസ്. കാരണം അവർ അന്നത്തെ പണക്കാരാണ്, ക്യാഷുള്ളവരാണ്. അവരതുകൊണ്ട് തന്നെ അവരുടെ റെക്കോർഡുകൾ, അവരുടെ വിജയത്തിൻ്റെ വിക്ടറിയുടെ റെക്കോർഡുകളെല്ലാം തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അടിമകളെ കൊണ്ടൊക്കെ കൊത്തുപണി ചെയ്യിച്ചിട്ടും താളിയോല ഗ്രന്ഥങ്ങൾ എഴുതിച്ചും ഒക്കെ അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ജനറലി ഓർഡിനറി പീപ്പിൾ ആസ് സച്ച് ആസ് ഹണ്ടേഴ്സ്. ഓർഡിനറി പീപ്പിൾ മീൻസ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഏതുപോലത്തെ? ഹണ്ടേഴ്സ് വേട്ടക്കാര്, ഫിഷിംഗ് ഫോക്സ്, ഗ്യാദേഴ്സ്, ഫാമേഴ്സ്, ഹേർഡേഴ്സ് തുടങ്ങിയ സാധാരണക്കാരനായ ആളുകൾ ഡിഡ് നോട്ട് കീപ്പ് റെക്കോർഡ്സ് ഓഫ് വാട്ട് ദേ ഡിഡ്. അവരെന്താ ചെയ്തിരുന്നതിനെ സംബന്ധിച്ച് അവർ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വൈൽ ആർക്കിയോളജി ഹെൽപ്പ് ആസ്. ഇവിടെ നമ്മൾ ആർക്കിയോളജി നമ്മളെ സഹായിക്കുന്നു ടു ഫൈൻഡ് ഔട്ട് ദെയർ ലീവ്സ്. അവരുടെ ജീവിതങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കണ്ടെത്തി തരുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആർക്കിയോളജിയാണ്. ദർ ഈസ് മച്ച് ദാറ്റ് റിമൈൻ അൺനോൺ. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അറിയപ്പെടാതെ അവശേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു തെളിവുമില്ല പലതിനെ കുറിച്ചും. അപ്പം എങ്ങനെയാണ് നമുക്ക് പാസ്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുക? അങ്ങനെ ഇവരുടെ ജീവിതങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അറിയാതെ കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും ആർക്കിയോളജിസ്റ്റ് ആണ് നമുക്ക് അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് കുറേയൊക്കെ അറിവ് തന്നിട്ടുണ്ട്. Somebody ask you the date. നിങ്ങളോട് ആരെങ്കിലും ഇപ്പോൾ ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ യു വിൽ പ്രോബ്ലി മെൻഷൻ ദ ഡേ, മന്ത് ആൻഡ് ഇയർ. നിങ്ങൾ അതിൻ്റെ ആ ഒരു ദിവസവും മാസവും കൊല്ലമൊക്കെ പറയും. 2000 ആൻഡ് സംതിങ് എന്നൊക്കെ ഇയർ വെച്ചിട്ട് പറയും. ദീസ് ഇയേഴ്സ് ആർ കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ജനറലി അസൈൻഡ് ടു ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഈ ഒരു ഡേറ്റ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? ജീസസ് ക്രൈസ്റ്റിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അസൈൻ ചെയ്ത ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർഷങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ പിന്നെ ലോകം ഉണ്ടായിട്ട് 2000 വർഷം മാത്രമാണോ ഉള്ളത്? അല്ല. അപ്പം ഈ ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ ജനന തീയതിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ 2000ഉം 2021 ഒക്കെ നമ്മൾ പറയുന്നത്. ദ ഫൗണ്ടേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ജീസസ് ക്രൈസ്റ്റിന്റെ ജനന വർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിത് പറയുന്നത്. സോ 2000 മീൻസ് 2000 ഇയേഴ്സ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ 2000 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രിസ്തു ജനിച്ച് 2000 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 2021 എന്ന് പറയുമ്പം ക്രിസ്തുജന്റെ ജനന ശേഷമുള്ള 2021 വർഷം എന്നുള്ളതാണ്. ഓൾ ഡേറ്റ്സ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പത്തെ എല്ലാ വർഷങ്ങളും ആർ കൗണ്ടഡ് ബാക്ക്വേർഡ്. പിന്നിലോട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുക. ആൻഡ് യൂഷ്വലി ഹാവ് ദ ലെറ്റേഴ്സ് BC. നമ്മൾ അതിന് BC എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കാറുള്ളത്. അപ്പൊ BC 2000 എന്ന് പറയുമ്പം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പത്തെ 2000 വർഷങ്ങൾ എന്നുള്ളതാണ്. അപ്പം ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പുള്ള വർഷങ്ങളെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ BC എന്ന് ചേർക്കും. ഓക്കെ. ദെൻ ലെറ്റേഴ്സ് വിത്ത് ഡേറ്റ്സ്. ഇപ്പോൾ ടെക്സ്റ്റിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് വിവരങ്ങളാണിത്. ഡേറ്റ്സിന്റെ കൂടെ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നോക്കാം. BC ഇപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. BC വി ഹാവ് സീൻ സ്റ്റാൻഡ്സ് ഫോർ ബിഫോർ ക്രൈസ്റ്റ്. BC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഫോർ ക്രൈസ്റ്റ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെൻ യു വിൽ സംടൈംസ് ഫൈൻഡ് AD ബിഫോർ ഡേറ്റ്സ്. ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ഡേറ്റിന്റെ കൂടെ നിങ്ങൾ AD എന്ന് കാണാറുണ്ടാവും. ദിസ് സ്റ്റാൻഡ്സ് ഫോർ 2 ലാറ്റിൻ വേർഡ്സ്. 2 ലാറ്റിൻ പദങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ് ലാറ്റിൻ പദം? അന്നോ ഡോമിനി. അന്നോ എന്നതിന്റെ എയും ഡോമിനി എന്ന് പറയുന്നതിന്റെ ഡിയും ആണത്. അതിന്റെ മീനിങ് എന്താണ്? മീനിങ് ഇൻ ദ ഇയർ ഓഫ് ദ ലോഡ്. ആ ലോഡിന്റെ കാലഘട്ടം, വർഷം എന്നുള്ളതാണ്. മീൻസ് ക്രിസ്തു ജീവിച്ചിരുന്ന ഒരു കാലം എന്നുള്ളതാണ്.
സോ 2012 ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് AD 2012. അപ്പൊ നമ്മൾ ഈ 2012 നമുക്ക് എങ്ങനെ എഴുതാം? AD 2012 എന്ന് എഴുതാം. അപ്പൊ നമുക്കതിൽ അണ്ടർസ്റ്റുഡ് ആണ് ഇത് AD ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മളതിന്റെ കൂടെ എപ്പോഴും അത് കാണിക്കാത്തത്. അപ്പൊ കാണിക്കണമെങ്കിൽ നമുക്ക് AD 2012 എന്ന് നമുക്ക് കാണിക്കാം. അതല്ലാതെ നമ്മൾ ക്രിസ്തുവിന് മുമ്പത്തെ കാലഘട്ടം പറയുമ്പോൾ നമ്മൾ എപ്പോഴും BC എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കാണിക്കാറുണ്ട്, അതിന് മുമ്പത്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് AD ഇല്ലെങ്കിൽ പോലും നമ്മൾ AD ആണ് എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ 2021 നമ്മൾ പറയാറുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? AD 2021 എന്നുള്ളതാണ്. അപ്പൊ സംടൈംസ് CE യൂസർ ചില സമയത്ത് CE എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ADക്ക് ബദലായിട്ട്, ആൻഡ് BCE ഇൻസ്റ്റെഡ് ഓഫ് BC. അപ്പോൾ ADക്ക് പകരം നമ്മൾ CE എന്ന് ഉപയോഗിക്കാറുണ്ട്, BCക്ക് പകരം BCE എന്നും ഉപയോഗിക്കാറുണ്ട്. ദ ലെറ്റർ CE സ്റ്റാൻഡ്സ് ഫോർ, ഈ CE എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ADക്ക് പകരം ഉപയോഗിക്കുന്ന CE കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ ഇറ, പൊതുവായിട്ടുള്ള കാലഘട്ടം എന്നുള്ള അർത്ഥം. കോമൺ ഇറ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് BCE ഫോർ ബിഫോർ കോമൺ ഇറ, കോമൺ ഇറക്ക് മുമ്പുള്ള കാലം എന്നുള്ളതാണ് BCE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. But we use these terms because the Christian era is now used in most countries of the world. അപ്പൊ നമ്മൾ ഈ കോമൺ ഇറ എന്നുള്ള ഒരു പദമൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇപ്പം ഈ ക്രിസ്ത്യൻ ഇറയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. In India, we began using this form of dating from about 200 years ago. ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ്. Dating from about 200 years ago. And sometimes the letter BP meaning before present are used. ഇപ്പൊ നമ്മൾ ഈ കോമൺ ഇറ എന്നൊക്കെ പകരമായിട്ട് അല്ലെങ്കിൽ BCക്ക് പകരമായിട്ട് ബിഫോർ പ്രസന്റ് എന്നുള്ള പദം കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, BP എന്നും കൂടെ ഉപയോഗിക്കാറുണ്ട്. Find 2 dates mentioned on page 3. Which sets of letters would you use for them? അപ്പോൾ നമ്മൾ പേജ് 3 നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതാനും ഡേറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം ലെറ്റേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നിങ്ങൾ കണ്ടെത്തുമല്ലോ. ദെൻ എൽസ്വെയർ, മറ്റൊരിടത്ത്. വി ഹാവ് സീൻ ദാറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ഹാർഡ് സർഫസ്. നമ്മൾ കണ്ടു വല്ല കട്ടിയുള്ള ഹാർഡ് സർഫസിൽ ഇൻസ്ക്രിപ്ഷൻസ് ഇൻസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊത്തി വെക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മെനി ഓഫ് ദീസ് വെയർ ഇൻസ്ക്രൈബ്ഡ് സെവറൽ 100 years ago. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇൻസ്ക്രൈബ് ചെയ്തതാണ് ഇതിൽ പലതും. ഓൾ ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെയ്ൻ ബോത്ത് സ്ക്രിപ്റ്റ്സ് ആൻഡ് ലാംഗ്വേജസ്. ഇതിനകത്ത് സ്ക്രിപ്റ്റ്സും വരുന്നുണ്ട്, ലാംഗ്വേജും വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ ഇൻസ്ക്രിപ്ഷനകത്ത് സ്ക്രിപ്റ്റ്സ് ഉണ്ട്, അങ്ങനെ ലിപി അക്ഷരങ്ങൾ പോലെ, മുദ്രാക്ഷരങ്ങൾ പോലെ. ലാംഗ്വേജസ്, ഭാഷയൊക്കെ ഇതിനകത്തുണ്ട്. ലാംഗ്വേജസ് വിച്ച് വെയർ യൂസ്ഡ് ആസ് വെൽ ആസ് സ്ക്രിപ്റ്റ്സ് ഹാവ് ചേഞ്ച്ഡ് ഓവർ ടൈം. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഷ, അതുപോലെ സ്ക്രിപ്റ്റ്സ്, ഇതെല്ലാം തന്നെ കാലങ്ങളായിട്ട് എന്ത് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. സോ ഹൗ ഡു സ്കോളേഴ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഇൻസ്ക്രൈബ്ഡ്? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സ്കോളേഴ്സ് മനസ്സിലാക്കുന്നത് വാട്ട് വാസ് ഇൻസ്ക്രൈബ്ഡ്, എന്താണ് അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്? ദിസ് ക്യാൻ ബി ഡൺ ത്രൂ എ പ്രോസസ്. അതൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെസിഫറമെന്റ്. മീൻസ് അങ്ങനെയുള്ള ഗൂഢാർത്ഥമുള്ള, ഇങ്ങനെ പെട്ടെന്ന് അൺക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തെ വായിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അതാണ് ഈ ഡെസിഫറാമെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് വായിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലിപിയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഫർദറായിട്ട് ഞാൻ അപ്പുറത്തെ സ്ലൈഡിലേക്ക് പോവാം. അതിനകത്ത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈജിപ്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒന്നാണ്. One of the most famous stories of decipherment comes from Egypt. ഈ ഡെസിഫറമെന്റിന്റെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി വന്നിട്ടുള്ളത് ഈജിപ്തിൽ നിന്നുമാണ്. ഈ കൺട്രി ഇൻ നോർത്ത് ആഫ്രിക്ക. ഈജിപ്ത് എവിടെ കിടക്കുന്നതാണ്? നോർത്ത് ആഫ്രിക്കയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. Where there were kings and queens about 5000 years ago. 5000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രാജാക്കന്മാരും രാജ്ഞികളൊക്കെ ഉണ്ടായിരുന്നു. ഈജിപ്തിന്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. പിരമിഡുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റൊസീറ്റ ഈസ് എ ടൗൺ ഓൺ ദ നോർത്ത് കോസ്റ്റ് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിന്റെ നോർത്ത് കോസ്റ്റിലുള്ള ഒരു ടൗൺ ആണ് റൊസീറ്റ. ആൻഡ് ഹിയർ ആൻ ഇൻസ്ക്രൈബ്ഡ് സ്റ്റോൺ വാസ് ഫൗണ്ട്. ഇവിടെ ഒരു ഇൻസ്ക്രൈബ്ഡ് സ്റ്റോൺ മീൻസ് അങ്ങനെ കൊത്തി വെച്ചിട്ടുള്ള കല്ല് അത് കണ്ടെത്തി. വിച്ച് കണ്ടെയ്ൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ 3 different ലാംഗ്വേജസ് ആൻഡ് സ്ക്രിപ്റ്റ്സ്. 3 വ്യത്യസ്തമായ ഭാഷകളും സ്ക്രിപ്റ്റിലും ഉള്ള ഇൻസ്ക്രിപ്ഷൻസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇൻസ്ക്രിപ്ഷൻസ് മീൻസ് അങ്ങനെ കൊത്തുപണി ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ ആ ഇൻസ്ക്രിപ്ഷൻസ്
ഇതിനകത്ത് ഉണ്ടായിരുന്നു 3 വ്യത്യസ്ത ലാംഗ്വേജിലും സ്ക്രിപ്റ്റ് മീൻസ് മുദ്ര അക്ഷരങ്ങൾ ലിപി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അത്? ഗ്രീക്കിലുണ്ടായിരുന്നു, അതുപോലെ 2 ഫോംസ് ഓഫ് ഈജിപ്ഷ്യന്റെ 2 രൂപങ്ങളും ഉണ്ടായിരുന്നു. സ്കോളേഴ്സ് ഹു കുഡ് റീഡ് Greek figured out that names of kings and queens were enclosed in a little frame. ഒരു ലിറ്റിൽ ഫ്രെയിമിനകത്ത്, ചെറിയ ഒരു ഫ്രെയിം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഷ്വേ. ഈ കാർഷ്വേല് ആ ഒരു ഫ്രെയിമിന്റെ പേരാണ് കാർഷ്വേ. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് പിന്നെ കൊടുത്തിരിക്കുന്ന കിങ്ങിന്റെയും ക്യൂവിന്റെയും പേരൊക്കെ ഗ്രീക്കിലുള്ള പേര് അവർ വായിച്ചെടുത്തു. Then placed the Greek and the Egyptian signs side by side. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഗ്രീക്ക് സൈൻസ്, ഗ്രീക്ക് വേർഡ്സും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സൈനുകളും ഇങ്ങനെ ഒരുമിച്ച് വെച്ചു. കാരണം ഈ ഗ്രീക്കിൽ എഴുതിയ അതേ കാര്യം തന്നെ ആയിരുന്നല്ലോ അവർ ഈജിപ്ഷ്യൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അവർ ഈജിപ്ഷ്യൻ വാക്കുകൾ വായിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ആൻഡ് ഐഡന്റിഫൈഡ് ദ സൗണ്ട്സ് ഫോർ വിച്ച് ദ ഈജിപ്ഷ്യൻ ലെറ്റേഴ്സ് സ്റ്റൂഡ്. ആ ഒരു ഈജിപ്ഷ്യൻ ലെറ്റേഴ്സിന്റെ സൗണ്ട് എന്താണെന്നുള്ളത് അവർ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അല്ലാതെ ഈജിപ്ഷ്യൻ വേർഡ്സ് അവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഗ്രീക്ക് വേർഡ് അതിന് മാച്ചാക്കി വെച്ച് അവരത് മനസ്സിലാക്കിയെടുത്തു. ആസ് യു ക്യാൻ സി എ ലൈൻ സ്റ്റൂഡ് ഫോർ എൽ. ആൻഡ് ഇത് ഇതിനകത്ത് തൊട്ടുമ്പോൾ ആ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആസ് യു ക്യാൻ സി എ ലൈൻ സ്റ്റൂഡ് ഫോർ എൽ ആൻഡ് എ ബേർഡ് ഫോർ എ. ഇവിടെ നോക്കുക, ലയണിന് മാച്ചാക്കിയിട്ട് ഇവിടെ എല്ലെന്ന് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അതുപോലെ ബേർഡിന് മാച്ച് ആക്കിയിട്ട് ഇവിടെ എ എന്ന്. ഇങ്ങനെ ഈ സൈനും ഈജിപ്ഷ്യൻ ഫോംസും കൂടെ ഒരുമിച്ച് വെച്ച് അവരത് വായിക്കാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. ദെൻ വൺസ് ദേ ന്യൂ വാട്ട് ദ ലെറ്റേഴ്സ് സ്റ്റൂഡ് ഫോർ. ആ ഓരോ ലെറ്ററും എന്തിൻ്റെ നേർക്കാണ് നിൽക്കുന്നത് മനസ്സിലാക്കിയതോടുകൂടി ദേ കുഡ് റീഡ് ദ ഇൻസ്ക്രിപ്ഷൻ ആസ് വെൽ. അതിനനുസരിച്ച് ആ ഇൻസ്ക്രിപ്ഷൻ അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ഉള്ള വർക്ക് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഇത് ഓരോന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വർക്ക് ബുക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസേഴ്സ് കണ്ടെത്തി എഴുതാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഞാൻ അതും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകണം എന്നുള്ള റിക്വസ്റ്റും കൂടെ എനിക്കുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.